സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ മീഡിയ വണ്ണോട് പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിൽ എടുത്ത ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ബോബി ചെമ്മണ്ണൂരിനെ നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, നടപടികളിലേക്ക് ഓരോന്നായി പോലീസ് കടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ളത് ചോദ്യം ചെയ്യലാണ്. അത് ഇന്നുണ്ടാവുമോ? കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. രാവിലെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം വയനാട്ടിൽ വെച്ച് 1.5 മണിക്കൂറോളം പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചത്. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ വൈകാട്ടെത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും കൂടുതൽ വിവരം ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് അന്വേഷണ സംഘം തേടുകയാണ്. നാളെയാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക. അതിനു മുമ്പ് പരമാവധി വിവരങ്ങൾ തേടുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് കൈവശമുള്ളത്. കാരണം ഈ പരാതി നൽകിയതിൻ്റെ ഒപ്പം തന്നെ ചില വീഡിയോ ലിങ്കുകൾ ഉൾപ്പെടെ ഈ പരാതിക്കാരി ഇതിൽ നൽകുകയും ചെയ്തിരുന്നു. ഇത് ഉൾപ്പെടെ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിലേക്കും തുടർ നടപടികളിലേക്കും പോയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഇന്ന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. ഒരുപക്ഷെ കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതയുണ്ട്. എത്തിയതിന് ശേഷം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് വൈകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോരുന്നത്. ഒരു 11 മണിക്ക് ശേഷം മാത്രമാകും ഇനി വൈദ്യപരിശോധന ഉണ്ടാകുന്നതാണ് മനസ്സിലാകുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു പഴുതടച്ചുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കേസ് പോകുന്നതിന് ഇന്നലെ വൈകുന്നേരം പരാതി ലഭിക്കുന്നു. ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അയാൾ പ്രതീക്ഷിക്കുന്നത് ഒട്ടും പ്രതീക്ഷയില്ലാതെ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അത്രയും രഹസ്യാത്മകമായ രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം നീക്കം നടത്തുകയും ചെയ്തിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നാളെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയെ സമീപിക്കാം. സ്വാഭാവികമായും ജാമ്യത്തിന് മൂവ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ചില തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു ആധികാരികത തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഫോണിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തേണ്ടത്. അത്തരം പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പരാതിക്കാരിയായ ഹണി റോസിനെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കി, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ 2 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. BNS ഉണ്ട്, അതോടൊപ്പം തന്നെ IT ആക്ട് പ്രകാരമുണ്ട്. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിലെ പോലീസിന്റെ വീഴ്ചയെ എങ്ങനെ നീക്കത്തെ എങ്ങനെ വിലയിരുത്താം? പല കേസുകളിലും ഉണ്ടായിരുന്ന ആ വീഴ്ച അത് മറികടന്നുകൊണ്ട് ഗംഭീര പ്രകടനം രാവിലെ കാഴ്ചവെച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വയനാട്ടിൽ അങ്ങനെ പോയി പിടിക്കുന്നു. മറ്റൊരു ഉദ്ഘാടന പരിപാടിക്ക് പോകാൻ നിന്നിരുന്ന ബോബി ചെമ്മണ്ണൂരിനെയാണ് പിടിച്ചപ്പോൾ എറണാകുളത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് പോലീസ് എത്രമാത്രം ചടുലമായി ഇല്ലെങ്കിൽ വേഗത്തിൽ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്? ഒരു പ്രശംസനീയമായ നടപടി തന്നെയാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം വളരെ ആസൂത്രിതമായി അതിവേഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വേഗത്തിൽ ചടുലമായ നീക്കങ്ങൾ കൊണ്ട് തന്നെയാണ് കേരള പോലീസ് ഈ നാട് വിടുന്നതിനോ അതല്ല എന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നത് തൊട്ട് മുമ്പ് അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് പരാതി ലഭിക്കുന്നു. 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെ കൃത്യമായ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം എറണാകുളത്തു നിന്നുള്ള പ്രത്യേക ടീം, എറണാകുളം സെൻട്രൽ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുന്നു. വയനാട്ടിലെത്തി അവിടെ നിന്ന് വാഹനത്തിൽ പോകുന്നതിനിടെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അവിടെ വെച്ച് 1.5 മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. സാധാരണ ഒരു പൗരന് ലഭിക്കുന്ന ഒരു സൗകര്യങ്ങൾ മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് പോലീസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാകുന്ന സമയത്ത് തൻ്റെ വാഹനത്തിൽ പോരാമെന്നൊക്കെ പറയുമ്പോഴും പറ്റില്ല, ഞങ്ങളുടെ വാഹനങ്ങളുണ്ട്, ഈ വാഹനത്തിൽ തന്നെ മാത്രമേ പോരാൻ പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൽ ഓരോ ഘട്ടത്തിലും ഈ പറയുന്നത് പോലെ തുടർ നീക്കങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് 10 മിനിറ്റുകളിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിനുശേഷം കൂടുതൽ തെളിവുകൾ തേടുകയാണ്. ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഫോണുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ട് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തേടുക, അത്തരം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുക, കുരുക്ക് കൂടുതൽ മുറുക്കുക, കേസിനെ കൂടുതൽ ശക്തമാക്കുക തുടങ്ങിയ നടപടികളിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും പോലീസിൻ്റെ നീക്കങ്ങൾ
വളരെ വേഗത്തിലായിരുന്നു, വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ തന്നെയാണ് പോലീസ് നടത്തിയത്. ഇത്തരം ഒരു കേസിൽ സ്വീകരിക്കേണ്ട ഏറ്റവും വേഗത്തിലുള്ള നടപടികൾ തന്നെയാണ് കേരള പോലീസ് സ്വീകരിച്ചിരിക്കുകയും ചെയ്തത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ ഒറ്റയ്ക്ക് ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് അണി റോസ് ഇതിൽ എത്രത്തോളം വിജയിച്ചിരിക്കുന്നു നിലവിൽ എന്നുള്ളതാണ്. കാരണം ഒരു ദിവസം സ്റ്റേഷനകത്ത് ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലുള്ള യാതൊരു ലൈസൻസും ഇല്ലാത്ത അല്ലെങ്കിൽ കെട്ടഴിച്ചു വിട്ടതുപോലെയുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളിലേക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഹണി ഇറങ്ങിയിരിക്കുന്ന പോരാട്ടം അത് എത്രത്തോളം സക്സസ് ആയി എന്നാണ് വിലയിരുത്തേണ്ടത്. ഇത് ഹണി റോസിൻ്റെ ഒരു പോരാട്ടം, ഹണി റോസിൻ്റെ നിയമ പോരാട്ടം എന്ന നിലയിൽ മാത്രമാക്കുക, അത് മറ്റുള്ളവർക്ക് കൂടി വലിയൊരു ഊർജ്ജം നൽകുന്ന കാര്യമെന്ന് തീർത്തും പറയേണ്ടി വരും. കാരണം നമുക്ക് ഈ 2 ദിവസങ്ങളിലുള്ള ചില പോസ്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹണി റോസിനെതിരെയുള്ള റെസ്പോൺസസ് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇത് ആദ്യം ഹണി റോസ് ഇത്തരത്തിൽ ഈ വ്യക്തിയുടെ പേര് പറയാതെ ഒരു പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം വീണ്ടും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം വന്ന സാഹചര്യത്തിലാണ് അത്തരം പരാതികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം പരിശോധിക്കണം, പോലീസ് അതിനുശേഷം 30ഓളം കേസുകൾ എടുക്കുന്നു, ഓരോ അറസ്റ്റ് വരുന്നു. പിന്നീട് ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ വന്നിട്ട് ആളുകൾ ആരും പരാമർശങ്ങൾ ഒരിക്കോ മോശം പരാമർശങ്ങൾ വന്നില്ല. അതായത് കൃത്യമായ ഒരു പേടി ആളുകൾക്കുണ്ട്. കാരണം ഇത്തരത്തിൽ നടത്തുന്നത് തെറ്റാണ്, അതിന് നടത്തിയാൽ അത് ചോദിക്കാൻ ആളുകളുണ്ട്, അഴിക്കുള്ളിലാകും എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ആളുകൾക്കുള്ളിൽ ഒരു പേടിയുണ്ട്, സമൂഹത്തിനുള്ളിൽ തന്നെ ഒരു വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന കാരണമായിട്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്തിയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ തരത്തിൽ പരാമർശങ്ങൾ നേരിടുന്ന ആളുകൾ കൂടുതലായി പുറത്തു വരുന്നു. അത്തരത്തിലുള്ള ആളുകൾ പരാതി നൽകാൻ വേണ്ടി അവർ തയ്യാറാകുകയും ചെയ്യുന്നുണ്ട്. മാലാപാർവതി ഉൾപ്പെടെ ഇന്ന് വന്ന് ഇങ്ങനെ പരാതി നൽകുകയും വരുന്നു. അത് മറ്റുള്ള ആളുകൾ കൂടി ഒരു വലിയൊരു പ്രചോദനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹണിക്ക് സമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുമായി ഹണി റോസ് സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. തനിക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു ഉറപ്പ് ഈ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമപോരാട്ടമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ പരാതികൾ അല്ലെങ്കിൽ അധിക്ഷേപം നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ഒരു സോഷ്യൽ കാറ്റഗറി ഒന്നും നോക്കാതെ, ഇപ്പോൾ സെലിബ്രിറ്റി ആണോ ഒന്നും നോക്കാതെ എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ തുല്യമായ നീതി അല്ലെങ്കിൽ വേഗത്തിലുള്ള നീതി ലഭ്യമാക്കുന്ന നടപടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. വലിയൊരു പോരാട്ടം തന്നെയാണ് ഹണി റോസിൻ്റെ എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്.